ഗോൾഡിൻ്റെ സിൽവറിൻ്റെയൊക്കെ പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ പോവാണ്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ US-ഉം ഇസ്രായേലും ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലോബലി വാർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലി ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കം അവരുടെ ഫണ്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നേരെ സ്വിച്ച് ചെയ്യുന്നത് ഇത്തരം ഗോൾഡ് സിൽവറൊക്കെ പോലത്തെ പ്രഷ്യസ് മെറ്റൽസിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ടും പ്രൈസിൽ നല്ല രീതിയിൽ ഹൈക്ക് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ ടോക്കൺസ്, ഗോൾഡ് ടോക്കൺസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിയർ 4% പ്രൈസ് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം തന്നെ ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസിൽ മോർ ദാൻ 4% അപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഈ ഒരു വാറും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഗോൾഡ് റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഓൾറെഡി വലിയൊരു എമൗണ്ടിലാണ് ഗോൾഡൊക്കെ നിൽക്കുന്നത്. ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരു ലെവലിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ബട്ട് ഇപ്പോൾ ഗ്ലോബൽ ടെൻഷൻസ് ഇതുപോലെ തന്നെ നിൽക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്, അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഗോൾഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തോട്ട് ഇതിൻ്റെ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ, ഈ ഒരു ഇഷ്യൂസൊക്കെ ഗ്ലോബലി ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.